ഇന്ന് നമ്മൾ കായ വറുത്തതാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും അതേ രീതിയിലും തന്നെ നമുക്ക് വീട്ടിൽ കായ വറുത്തത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം നമുക്ക് കായയുടെ 2 ഭാഗവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇതുപോലെ ഒരു വരയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ തൊലി ഒന്ന് പൊളിച്ചെടുക്കാം. 3 പച്ചക്കായ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കായ വറുത്തത് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഈ തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ചെറുപയറും ഈ തൊലിയും വെച്ചിട്ട് നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ തൊലി നമുക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ തൊലിയെല്ലാം ഇതുപോലെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കലക്കി വെക്കാണ്. ഇതിലേക്ക് 3 കായയും ഇതുപോലെ തൊലി കളഞ്ഞ കായ ഇതിലേക്ക് ഇട്ട് വെക്കാം. ഇതൊരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കണം. ഈ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലിട്ടിട്ട് ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കായ 3ഉം ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ഈ ഒരു കനത്തിലാണ് നമ്മളിത് സ്ലൈസ് ആക്കി എടുക്കേണ്ടത്. കായെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ കായ വറുത്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കായ ഓരോ സ്ലൈസായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഒരുമിച്ച് നമ്മൾ ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ ഓരോ സ്ലൈസായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ പരസ്പരം ഒട്ടിപ്പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇതിവിടെ ആവശ്യത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1-2 ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കായ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ഇതുപോലുള്ളൊരു അരിപ്പയിലേക്ക് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കലർത്തി വെച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കായ വറുത്തതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്